ഇന്ത്യ ഇനി ഡബിൾ സ്ട്രോങ്. ശക്തമായ പ്രതിരോധ കവചം രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കും. ഇന്ത്യക്ക് കരുത്തായി പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം വരാൻ പോകുന്നു. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ച ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം വ്യോമ പ്രതിരോധ സംവിധാനമാണ് DRDO വിജയകരമായി പരീക്ഷിച്ചത്. ഒഡീഷയിലായിരുന്നു ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിൻ്റെ പരീക്ഷണം. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ഇക്കാര്യം അറിയിച്ചത്. ഒഡീഷ തീരത്താണ് പരീക്ഷണം നടത്തിയത്. പരീക്ഷണത്തിനിടെ വ്യത്യസ്ത ശ്രേണിയിൽപ്പെട്ട 3 വ്യത്യസ്ത ലക്ഷ്യങ്ങളെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈലുകൾ, അഡ്വാൻസ്ഡ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകൾ, പവർ ലേസർ അധിഷ്ഠിത ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനത്തിലുള്ളത്. പരീക്ഷണഘട്ടത്തിൽ എല്ലാ ആയുധ സംവിധാന ഘടകങ്ങളും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. എല്ലാ ആയുധ സംവിധാന ഘടകങ്ങളുടെയും സംയോജിത പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഹൈദരാബാദിലെ പ്രതിരോധ ഗവേഷണ വികസന ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത കേന്ദ്രീകൃത കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററിലാണ്. ഡ്രോണുകൾ, ശത്രുരാജ്യങ്ങളുടെ മറ്റ് വ്യോമ ഭീഷണികൾ എന്നിവയുൾപ്പെടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് തകർക്കാൻ കഴിയും. 300 മീറ്റർ മുതൽ 6 കിലോമീറ്റർ വരെ ദൂരമുള്ള ലക്ഷ്യങ്ങളെ ഈ ആയുധ സംവിധാനത്തിന് നിർവീര്യമാക്കാൻ സാധിക്കും. ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്ന പ്രതിരോധ കവചമായ മിഷൻ സുദർശന ചക്രയിലേക്കുള്ള ചവിട്ടുപടിയാണിത്. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിഷൻ സുദർശന ചക്ര പ്രഖ്യാപിച്ചത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ രാജ്യത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചാണ് മോദി പ്രഖ്യാപനം നടത്തിയത്. 2035 ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കുന്ന ബൃഹത്തായ സംവിധാനത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രി വിശദീകരിച്ചത്. ആരംഭഘട്ടത്തിലായതിനാലും അതീവ രഹസ്യ സ്വഭാവമുള്ളതിനാലും പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. രാജ്യത്തെ എല്ലാ പൊതുസ്ഥലങ്ങളെയും സംരക്ഷിക്കുന്ന സുരക്ഷാ കവചമാണിത്. പുരാണ കഥാപാത്രമായി കൃഷ്ണൻ്റെ കൈവശമുണ്ടായിരുന്ന വജ്രായുധമായ സുദർശന ചക്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സംവിധാനത്തിന് അതേ പേര് നൽകിയത്. ഇസ്രായേലിൻ്റെ അയൺ ഡോം മാതൃകയിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാകാം ഇതെന്നാണ് റിപ്പോർട്ടുകൾ. വൈദ്യുത നിലയങ്ങൾ, റെയിൽവേ, തുറമുഖങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും നഗരങ്ങളെയും സൈനിക താവളങ്ങളെയും വിവിധതരം വ്യോമാക്രമണ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനാണ് ഇത് നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള ചെറുകിട വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാകും ഈ സംവിധാനം ക്രമീകരിക്കുക. രാജ്യത്തെ ലക്ഷ്യം വെച്ച് വരുന്ന മിസൈലുകൾ, ഡ്രോണുകൾ, ഷെല്ലുകൾ, ആയുധങ്ങളടങ്ങിയ ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയവയെ പ്രതിരോധിക്കാനും നിർവീര്യമാക്കാനും റഡാറുകളുടെയും കമാൻഡുകളുടെയും കൺട്രോൾ സെൻറ്ററുകളുടെയും ഇൻ്റർസെപ്റ്റർ മിസൈലുകളുടെയും ദേശവ്യാപക നെറ്റ്വർക്ക് കെട്ടിപ്പടുക്കുകയാണ് സുദർശന ചക്ര ദൗത്യത്തിലൂടെ ചെയ്യുക.